ഹലോ, വെൽക്കം ടു ഗോൾഡൻ ഡയറി. ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് കൊഴുക്കട്ടയാണ്. ഇതുണ്ടാക്കുന്നതിന് വേണ്ടി 2 ഗ്ലാസ് അരിപ്പൊടി, 2 ഉണ്ട ശർക്കര, 1 മുറി തേങ്ങ, ഒരു 10 ഏലക്ക, അല്പം ജീരകം, 1 കഷ്ണം ചുക്ക് എന്നിവയാണ് വേണ്ടത്. ചുക്കും ഏലക്കയെല്ലാം നന്നായി പൊടിച്ചെടുക്കണം. ശർക്കര നന്നായിട്ട് നീരാക്കിയെടുക്കണം, പാനിയാക്കണം. ശർക്കര പാനിയാക്കിയെടുത്ത് അതിലേക്ക് നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. തേങ്ങ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. തേങ്ങ നന്നായിട്ട് വിളയിച്ചെടുക്കണം. അതിലേക്ക് നമ്മൾക്ക് മസാലക്കൂട്ട് പൊടിച്ച് വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കാം. അത് ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്ത് നന്നായിട്ട് ശർക്കരയുടെ ആ വെള്ളമയം എല്ലാം ഒന്ന് പറ്റി നന്നായിട്ട് ഡ്രൈ ആയി വരണം. അതിനുശേഷം നമ്മൾക്ക് 3 ഗ്ലാസ് വെള്ളം വേറൊരു പാത്രത്തിൽ തിളപ്പിച്ചെടുക്കാം. അതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് വെട്ടി തിളയ്ക്കുമ്പോഴത്തേക്കും നമ്മൾക്കിത് ആ പൊടിയിലേക്ക് ചേർത്ത് കുഴച്ചെടുക്കാം. നന്നായിട്ട് തിളച്ചതിന് ശേഷമേ ഒഴിക്കാവുള്ളൂ. എന്നിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കണം. സ്പൂൺ വെച്ച് ഇളക്കി വേണം കുഴയ്ക്കാൻ. നന്നായിട്ട് നല്ല വെള്ളമയത്തോടു കൂടി തന്നെ കുഴയ്ക്കണം. അപ്പോൾ നല്ല സോഫ്റ്റായിരിക്കും കൊഴുക്കട്ട ഉണ്ടാക്കുമ്പോൾ. നന്നായി ചൂടാറിയതിന് ശേഷമേ കൈയിട്ട് കുഴയ്ക്കാവുള്ളൂ. കുഴയ്ക്കുമ്പോൾ അല്പം എണ്ണ ചേർത്ത് കുഴച്ച് കൊടുക്കാം. നന്നായി കുഴച്ച് ചെറിയ ഉരുളകളാക്കി എടുക്കാം. ഓരോ ഉരുളകളും എടുത്ത് അതിൻ്റെ മധ്യഭാഗത്തായിട്ട് ചെറിയ കുഴി ഉണ്ടാക്കി അതിലേക്ക് നമ്മൾക്ക് തേങ്ങ വിളയിച്ചത് വെച്ച് കൊടുക്കാം. തേങ്ങ ചേർത്തതിന് ശേഷം മാവ് ചേർത്ത് അടച്ചു വയ്ക്കാം. അടച്ചു വയ്ക്കുമ്പോൾ ജസ്റ്റ് കൈ ഒന്ന് നനച്ച് കൊടുത്താൽ ആ മാവൊന്ന് ഒട്ടിയിരുന്നോളും, വിട്ടു പോകാതിരിക്കാൻ വേണ്ടി. അതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഉരുട്ടി എടുക്കാം. നന്നായിട്ട് ഉരുട്ടി ആവിയിൽ വെച്ച് വേവിച്ചെടുക്കാം. എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞു. ഇനി നമ്മൾക്കൊരു 10-12 മിനിറ്റോളം ആവി നന്നായിട്ട് വരണം. ഒരു 12 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ഓഫ് ചെയ്യാം. കൊഴുക്കട്ട ഇവിടെ റെഡിയായി കഴിഞ്ഞു. കുറച്ചൊന്ന് തണുത്തതിന് ശേഷം വേണം സെർവ് ചെയ്യാൻ വേണ്ടി. കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു വിഭവമാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ നമ്മൾക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബായ്.